സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ നമ്മൾ എടുത്തു വച്ചതിൻ്റെ ബാക്കിയാണെന്ന് പഠിക്കാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മൈക്രോസ്കോപ്പുകളെ കുറിച്ചിട്ടാണ്. അതിൽ തന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ നോക്കുന്ന സെല്ലുകളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. അതിൽ തന്നെ പ്ലാന്റ് സെൽസിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഇന്ന് പഠിക്കുന്നത്. നിങ്ങളുടെ സെൽ തിയറിയിൽ നമ്മൾ പഠിച്ചതാണ് പ്ലാന്റ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. ആരാണ് അങ്ങനെ പറഞ്ഞത്? പ്ലാന്റ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് എന്ന് പറഞ്ഞത് ആരാ? MJ ഷ്ലീഡൻ. മറന്നു പോവരുതേ, പഴയ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവണം. അപ്പോൾ MJ ഷ്ലീഡൻ പറഞ്ഞു പ്ലാന്റ് ബോഡി സെൽസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്ന്. ഇതെങ്ങനെയാണ് മനസ്സിലാവുക നമുക്ക്? അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാന്റ്സിൻ്റെ പീസസ് എടുത്തിട്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊരു പ്ലാന്റിൻ്റെ സ്റ്റെം, ഒരു ടെൻഡർ സ്റ്റെം എടുത്ത് സെക്ഷൻ എടുക്കുക മീൻസ് ഈ നമ്മളെടുത്ത ഈ ചെറിയ സ്റ്റെമ്മിനെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് വളരെ നേർത്ത വളരെ തിന്നായിട്ടുള്ള പീസസ് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യണം. ഓക്കെ, ഒരു പുതിയ ബ്ലേഡൊക്കെ യൂസ് ചെയ്ത് നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കും. ഓക്കെ, അങ്ങനെ എടുത്ത ഒരു പീസിനെ നല്ല സ്റ്റെയിനൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കും. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പിക്ചർ കാണാൻ വേണ്ടി പറ്റും. നിങ്ങളിത് സ്കൂളിൽ നിന്ന് ചെയ്യും, നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരും. അതായത് നമ്മളൊരു ചെടിയുടെ ഏതെങ്കിലും ഒരു ചെടിയുടെ തണ്ടെടുക്കുക. തണ്ട് മീൻസ് വലിയ, നമുക്ക് എടുത്താൽ പോകുന്നത് അത്ര വലിയ തിക്നെസ് ഉള്ളതല്ല കേട്ടോ. നമ്മുടെ ചെമ്പരത്തിൻ്റെ ഒക്കെ കുഞ്ഞു തണ്ടില്ലേ, മീൻസ് വളരെ സ്മോൾ ആയിട്ടുള്ള സാധനം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കുഞ്ഞു പീസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അല്ലാതെ വളരെ തിക്നെസ് കൂടിയ സാധനം നമുക്ക് സെക്ഷൻ എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ചെറിയ അധികം കട്ടിയൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞു തണ്ട് മതി, നമുക്ക് ഒരു കുഞ്ഞു സ്റ്റെം പീസ് മതി. അതിന് നമ്മൾ നന്നായിട്ട് കുഞ്ഞ് നേർത്ത സെക്ഷൻ എടുക്കുക, അപ്പോൾ സ്റ്റെയിൻ ചെയ്യുക, മൈക്രോസ്കോപ്പിൽ വെച്ച് ഒബ്സർവ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, നല്ല നേർത്ത സെക്ഷൻസ് ആയിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് സെൽസ് അടുത്തടുത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ള പല ഷേപ്പിലുള്ള പല സെൽസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്ലാന്റിൻ്റെ ബോഡി സെൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുക. ഇതുപോലെ പ്ലാന്റിൻ്റെ സ്റ്റെമ്മ് നമ്മൾ നോക്കുന്നത് പോലെ നമുക്ക് പ്ലാന്റ്സിൻ്റെ ലീഫും കൂടി നോക്കാൻ വേണ്ടി പറ്റും. ഈ പറഞ്ഞ മെത്തേഡ് തന്നെ. ഒരു ചെറിയ ലീഫ് എടുക്കുക, അതിന് സെക്ഷൻസ് ആക്കുക, വളരെ നേർത്ത സെക്ഷൻസ് ആക്കുക, അതിലേറ്റവും നേർത്ത സെക്ഷൻ നോക്കി സെലക്ട് ചെയ്യുക, മൈക്രോസ്കോപ്പിൻ്റെ സ്ലൈഡിലേക്ക് എടുത്ത് വെക്കുക, സ്റ്റെയിൻ ആഡ് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ വേണ്ടി പറ്റും. അത് ഒരു നല്ല ഇലക്ട്രോൺ മൈക്രോസ്കോപ്പൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഇത്രയും ക്ലാരിറ്റിയോടുകൂടി നമുക്ക് പ്ലാന്റിൻ്റെ സെൽസ്, ഈ ലീഫിലുള്ള സെൽസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് രണ്ടും ഇപ്പം നിങ്ങളോട് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ഐഡൻറ്റിഫൈ ചെയ്തത്? പ്ലാന്റിൻ്റെ സെൽസ്. ഇങ്ങനെ പ്ലാന്റ്സിൽ സെൽസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നിങ്ങൾക്ക് ഈ പിക്ചറിൽ തന്നെ കാണാം പല ഷേപ്പിലാണ് സെൽസ്, അല്ലേ? പല ഷേപ്പിലാണ് ഇവിടെ സെൽസ് കാണുന്നത്. ഹൗവർ ഇതിൻ്റെ ഡൈവേഴ്സ് സൈസ് ഉണ്ടായിക്കോട്ടെ, ഡൈവേഴ്സ് ഷേപ്പ് ഉണ്ടായിക്കോട്ടെ, എങ്കിലും ഒരു സെല്ലിൻ്റെ ബേസിക് ഫങ്ഷൻസ് അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചേഴ്സ് സിമിലർ ആയിരിക്കും. ഓർത്ത് വെച്ചോട്ടാ. പ്ലാന്റിൻ്റെ സെൽസിൽ നിങ്ങൾക്ക് കാണാം പല ഷേപ്പിലുള്ള സെൽസ് ഉണ്ട്, പല സൈസിലുള്ള സെൽസ് ഉണ്ട്. എങ്കിലും ഒരു സെല്ലിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്, ബേസിക് ഫങ്ഷൻസ് എന്ന് പറയുന്നത് സിമിലർ ആയിരിക്കും. അതൊന്ന് മനസ്സിൽ വെക്കുക. അതാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ഓൾദോ സെൽസ് വാരി ഇൻ അപ്പിയറൻസ് ദെയർ ബേസിക് സ്ട്രക്ചേഴ്സ് റിമെയിൻസ് ദ സെയിം. അതിൻ്റെ ബേസിക് സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. വൈൽ പ്രിപ്പയറിംഗ് ദ സ്ലൈഡ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നിങ്ങൾ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യണം, മൈക്രോസ്കോപ്പിലേക്ക് വെച്ച് നോക്കാനുള്ള സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാണ്. എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം? നിങ്ങൾ സ്കൂളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ നല്ല നീറ്റുള്ള ഒരു സ്ലൈഡ് വേണം സെലക്ട് ചെയ്യാൻ. കുറേ കറ പിടിച്ചതും എന്തൊക്കെയോ പിടിച്ച് സ്റ്റെയിനൊക്കെ ഓൾറെഡി പിടിച്ച് കഴുകിയാൽ പോവാത്ത ടൈപ്പ് സ്റ്റെയിനൊക്കെ ഉള്ളതാണെങ്കിൽ അതൊന്നും എടുക്കരുത്. നല്ല ഒരു സ്ലൈഡ് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. ഗ്ലാസ് സ്ലൈഡ്, പൊട്ടിയതൊന്നും എടുക്കരുത്. അല്ലാതെ നല്ല നീറ്റുള്ള ഒരു സ്ലൈഡ് സെലക്ട് ചെയ്യുക. അതിലെന്തെങ്കിലും വാട്ടർ കണ്ടൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, ഇതൊന്നും എക്സാമിന് ചോദിക്കൂല കേട്ടോ.
ഇത് നിങ്ങളുടെ അറിവിലേക്കുള്ളതാ. ദെൻ സ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിക്കണം. എക്സ്ട്രാ നിങ്ങൾ സ്റ്റെയിൻ ആഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ എക്സ്ട്രാ വന്ന സ്റ്റെയിനൊക്കെ ഒന്ന് തുടച്ച് കളയണം. പിന്നെ ഒരു കാര്യം കൂടി, സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇൻഡിക്കേറ്ററിൽ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു കവർ സ്ലിപ്പും കൂടി അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. കവർ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ അറിയോ, ഒരു നേർത്ത ഗ്ലാസിൻ്റെ പീസാണ്. നമ്മൾ വെച്ച ഈ പീസ് സ്പെസിമെനില്ലേ, നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന സാധനം, അതിൻ്റെ മുകളിൽ കവർ ചെയ്ത് വെക്കുന്നതാണ് ഈ കവർ സ്ലിപ്പ്. ഓക്കെ, ആ കവർ സ്ലിപ്പ് എന്ത് ചെയ്യണം, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം അതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട്. അതിനകത്ത് എയർ ബബിളൊന്നും ട്രാപ്പ് ചെയ്ത് കിടക്കരുത്. ഓക്കെ, ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക, ഒരു അൺയൂഷ്വൽ ആയിട്ട് തോന്നും, ഇതെന്താ ഈ ടീച്ചർ പറയുന്നതെന്ന്. പക്ഷെ നിങ്ങളിതൊരു തവണ പ്രാക്ടിക്കൽ സ്കൂളിൽ നിന്ന് ടീച്ചർ ചെയ്ത് കാണുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യുമ്പോഴോ നിങ്ങൾക്കിത് ഫെമിലിയർ ആവും. ഓക്കെ, അപ്പോൾ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, ചേഞ്ച് ചെയ്യുന്ന സമയത്തും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ദെൻ ഒബ്സർവിങ് ഇൻ ഹൈ പവർ ആൻഡ് ലോ പവർ. നിങ്ങൾ നോബ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. തോന്നും പോലെ പിടിച്ച് തിരിച്ച് നമ്മുടെ മൈക്രോസ്കോപ്പ് കൊണ്ടുപോയിട്ട് സ്ലൈഡിൽ അമർത്തരുത്. അങ്ങനെ അമർത്തി കഴിഞ്ഞാൽ സ്ലൈഡും പൊട്ടും, മൈക്രോസ്കോപ്പിൻ്റെ ലെൻസിനും കേടുപാട് സംഭവിക്കും. സോ ബി വെരി കെയർഫുൾ. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഒബ്സർവിങ് ആൻഡ് ഇല്ലുസ്ട്രേറ്റിംഗ്. നിങ്ങൾ ആ സ്പെസിമെൻ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്പെസിമെനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. എന്തൊക്കെ ഭാഗങ്ങൾ അതിലുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. അതിനുശേഷം നല്ലൊരു പിക്ചർ നിങ്ങളുടെ പ്രാക്ടിക്കൽ റെക്കോർഡിലേക്ക് വരയ്ക്കാനും കൂടിയിട്ടാണ് പറയുന്നത്. അതായത് നിങ്ങളൊരു പ്രാക്ടിക്കൽ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം പറയുന്നുണ്ട്. അതിൽ നമുക്ക് കുറച്ച് സ്റ്റെപ്പ് ഫോളോ ചെയ്യണം. നിങ്ങളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നെയിം ഓഫ് ദ എക്സ്പെരിമെൻറ്റ്, എയിം, മെറ്റീരിയൽസ് റിക്വയർഡ്, പ്രൊസീജിയർ, ഒബ്സർവേഷൻ, ഇൻഫറൻസ്, ഇത്രയും കാര്യങ്ങൾ ആ റെക്കോർഡിൽ നിങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഒരു പ്രാക്ടിക്കൽ റെക്കോർഡ് തയ്യാറാക്കി വെക്കുക. അതൊക്കെ ഒരു ജസ്റ്റ് ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളാണ് ഇപ്പം ഇത്രയും നേരം ചെയ്തത്. നിങ്ങൾക്കിനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ ഉള്ളതാണ് ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോ, ഇവിടം തൊട്ട് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, പറയുന്ന കാര്യങ്ങൾ അപ്പം തന്നെ മനസ്സിലേക്ക് എടുക്കുക, അപ്പം തന്നെ പഠിക്കുക. ഇനി ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെ ലൈക്ക് ചെയ്യണം, കമൻ്റ് ഉണ്ടാവണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, നല്ലതായാലും മോശമായാലും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഓക്കെ, ഒരു കാര്യം കൂടി, സ്കൂളിൽ ഇപ്പോൾ ഏത് പോർഷനാണ് എടുക്കുന്നത്, എവിടെ എത്തി എന്നുള്ളതും കൂടി, ബയോളജി കേട്ടോ, എവിടെ എത്തി എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ. ഓക്കെ, തിരിച്ചു വരാം. പ്ലാന്റ് സെല്ല്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലാന്റ് സെല്ലിനെ കുറിച്ചിട്ടാണ്. ഒരു പ്ലാന്റിൻ്റെ ഒരു സെല്ലെന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെ ഉണ്ടാകും എന്നാണ് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധയോടെ ശ്രദ്ധിച്ചിരുന്നോ? നോക്കുക, ഇതൊരു പ്ലാന്റ് സെല്ലിൻ്റെ പിക്ചറാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് ഒരു ഗ്രീൻ കളറിൽ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ കവറിങ് ആണ് സെൽ വാള്. എന്തെന്ന്? സെൽ വാള്. നമ്മുടെ പ്ലാന്റ്സിന് 2 കവറിങ് ഉണ്ട്. ഒന്ന് ഏറ്റവും പുറമേ കാണുന്ന സെൽ വാള്, അതിനുള്ളിലായിട്ട് നിങ്ങൾ കണ്ടോ ഒരു യെല്ലോ കളറിലൊരു പീസ്, യെല്ലോ കളറിലുള്ള ഒരു കവറിങ് കണ്ടോ? ആ യെല്ലോ കളറിലുള്ള കവറിങ്ങിനെ വിളിക്കും സെൽ മെംബ്രെയിൻ. അതായത് സെൽ മെംബ്രെയിൻ. ഔട്ടർ മോസ്റ്റ് കാണുന്നത് സെൽ വോള്, അതിൻ്റെ ഉള്ളിൽ കാണുന്നത് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ സെമി പെർമിയബിൾ ആണ്. അതായത് ആവശ്യമുള്ള വസ്തുക്കളെ മാത്രമേ സെൽ മെംബ്രെയിൻ കോശത്തിനകത്തേക്ക് കടത്തിവിടുകയുള്ളൂ. സെൽ വോൾ എന്ന് പറയുന്നത് വളരെ റിജിഡാണ്, നല്ല കട്ടിയുള്ളതാണ്. പ്ലാന്റ് സെല്ലിന് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കുന്ന ആളാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സെൽ വോള്. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ പ്ലാന്റ് സെൽസിന് 2 ഔട്ടർ മോസ്റ്റ് കവറിങ് വരുന്നുണ്ട്. ഏറ്റവും പുറമേ കാണുന്നതാണ് സെൽ വോള്. ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല റിജിഡാണ്, നല്ല കട്ടിയുള്ളതാണ്. നമ്മുടെ പ്ലാന്റ് സെല്ലിന് ആ ഷേപ്പൊക്കെ കൊടുക്കുന്നത് നമ്മുടെ സെൽ വോളാണ്. ഇതൊക്കെ നമ്മൾ ഓരോന്നോരോന്നായി പഠിക്കും കേട്ടോ. ഇന്നത്തെ ക്ലാസ് കുറച്ച് ലെങ്തി ആയിരിക്കും, ക്ഷമയോടെ ഇരുന്ന് കണ്ടു തീർക്കണം. ഓക്കെ, എനിക്ക് വേണ്ടി കണ്ടു തീർക്കണ്ട, നിങ്ങൾക്ക് വേണ്ടി പഠിക്കണം. ഓക്കെ,
അപ്പോൾ ഏറ്റവും ഔട്ടർമോസ്റ്റ് സെൽ വോൾ കാണും. ഞാൻ പറഞ്ഞു സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു, നല്ല കട്ടിയുണ്ട്, റിജിഡാണ് സാധനം. അതിൻ്റെ തൊട്ടുള്ളിൽ എന്തുണ്ട്? സെൽ മെംബ്രെയിൻ ഉണ്ട്. സെൽ മെംബ്രെയിൻ്റെ പ്രത്യേകത ഇറ്റ് സെമി പെർമിയബിൾ. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ അത് ഉള്ളിലേക്ക് എടുക്കൂലൂ, ആവശ്യമില്ലാത്തതിനെ കടത്തി വിടൂല. മക്കളെ, നിങ്ങളുടെ വീടിൻ്റെ ഡോറ് പോലെയാണ്. നിങ്ങളുടെ അമ്മ വീട്ടിൽ ഒറ്റക്കാക്കിയിട്ട് പുറത്തു പോവുകയാണ്. ഓക്കെ, ആരെങ്കിലും വന്നാൽ വാതിൽ തുറക്കരുതെന്നൊക്കെ നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷനൊക്കെ തന്നിട്ടായിരിക്കും നിങ്ങളുടെ അമ്മ പുറത്തു പോയത്. അപ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് പുറത്താരോ കോളിംഗ് ബെല്ലടിച്ചു, നിങ്ങൾ നോക്കി, ജനൽ തുറന്ന് നോക്കി. നിങ്ങൾ നോക്കുന്ന സമയത്ത് അതൊരു പിച്ചക്കാരനാണ്, മീൻസ് ആരോ നിങ്ങൾക്ക് അറിയില്ല, പരിചയമില്ലാത്ത ഒരാളാണ്, തീരെ പരിചയമില്ല. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു എന്താ പറയുക, വല്ലാത്തൊരു ലക്ഷണം തോന്നുന്നുണ്ട്, മീൻസ് ഉള്ളിലേക്ക് കയറ്റണോ വേണ്ടി എന്നുള്ള സംശയം തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാളാണ്, പോട്ടെ, ഒരു പിച്ചക്കാരനാണെന്ന് തന്നെ വിചാരിച്ചോ. നിങ്ങൾ അവരെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റുമോ? ഇല്ല അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഡോർ തുറക്കുമോ? ഇല്ല. അതേസമയം നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സാണ് വന്നിരിക്കുന്നത്, ഡോർ തുറന്ന് നിങ്ങൾ ജനലിലൂടെ നോക്കുമ്പോൾ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സാണ്, നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം തന്നെ ചാടിപ്പോയി വാതിൽ ഉറക്കും അല്ലേ. അതുപോലെയാണ് ആര്? സെൽ മെംബ്രെയിൻ. ആവശ്യമുള്ള ആളെ മാത്രമേ അത് ഉള്ളിലേക്ക് കടത്തിവിടൂ, ഇല്ലാത്ത ആളെ കടത്തിവിടൂല. അതുകൊണ്ടാണ് സെൽ മെംബ്രെയിൻ ഇങ്ങനെ വിളിക്കുന്നത് സെമി പെർമിയബിൾ മെംബ്രെയിൻ ഓർ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. സെലക്ട് ചെയ്ത് കടത്തിവിടും. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ സെൽ വോൾ പറഞ്ഞു, സെൽ മെംബ്രെയിൻ പറഞ്ഞു. റിപ്പീറ്റ് ചെയ്യും അടുത്ത സ്ലൈഡുകളിൽ, അന്നേരം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരൂല കേട്ടോ. നെക്സ്റ്റ്, അപ്പോൾ സെൽ വോളായി, സെൽ മെംബ്രെയിനായി. ഇനി നോക്കിയേ, ആ ചിത്രത്തിനകത്ത് ഒരു ന്യൂക്ലിയസ്, ഒരു സൈഡിലേക്കായിട്ടൊരു ന്യൂക്ലിയസ് നിങ്ങൾക്ക് കാണാം അല്ലേ. ന്യൂക്ലിയസ് ആണ് ഒരു സെല്ലിൻ്റെ എല്ലാ ഫംഗ്ഷനെയും കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ന്യൂക്ലിയസ് ആണ് സെല്ലിൻ്റെ എല്ലാ ഫംഗ്ഷനും കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ അമ്മ ആരാണോ അവർ വീടിൻ്റെ കാര്യങ്ങൾ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്, ആ വ്യക്തി എങ്ങനെയാണോ നമ്മുടെ വീട്ടിൽ അതേ റോളാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ ന്യൂക്ലിയസ് ചെയ്യുന്നത്. മനസ്സിലായോ? എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആര്? ന്യൂക്ലിയസ്. ഇനി ന്യൂക്ലിയസിനോട് മുട്ടിയിട്ട് നമുക്ക് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം കാണാം. ന്യൂക്ലിയസിനോട് തൊട്ട് ചേർന്നിട്ട് ഇതാ നിങ്ങൾക്ക് ഇവിടെ കുറേ എന്താ പറയുക ഒരു പൈപ്പിൻ്റെ കഷ്ണം പോലെ നിങ്ങൾക്ക് എന്ത് കാണാം? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം കാണാം. ഈ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ശരിക്കും പറഞ്ഞാൽ ഈ സെല്ലിനകത്തുള്ള ട്രാൻസ്പോർട്ടിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. എന്ന് വെച്ചാൽ സെല്ലിനകത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചില മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരും സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ. അങ്ങനെ സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ ട്രാൻസ്പോർട്ട് നടത്താൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. ഓക്കെ, നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും, തൽക്കാലം ഇത്രയേ വേണ്ടൂ. ദെൻ ഇവിടെ നോക്കിയേതാ, നമ്മുടെ ന്യൂക്ലിയസിൻ്റെ തൊട്ട് താഴെ ഒരു റെഡ് കളറിൽ നിങ്ങൾക്ക് ഒരാളെ കാണാമല്ലോ. ആ റെഡ് കളറിൽ കാണുന്ന വ്യക്തിയാണ് മൈറ്റോകോൺട്രിയ. ആര്? മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ പവർ ഹൗസ് ഓഫ് എ സെൽ. ഒരു സെല്ലിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ആരാന്ന്? മൈറ്റോകോൺട്രിയ. അതിനകത്താണ് എനർജി പ്രൊഡക്ഷൻ നടത്തുക. ഓക്കെ, അപ്പോൾ പവർ ഹൗസ് ആണ് മൈറ്റോകോൺട്രിയ. ക്ലിയർ ആണല്ലോ. ദെൻ നിങ്ങൾക്ക് ഇതാ ഈ സൈഡിൽ കാണാം കുറേ ഒരു നീല കളറിൽ ഒരു കുഞ്ഞു കുളം കുളിച്ച് വെച്ച പോലെ അല്ലേ. ആ ഭാഗത്തെ വാക്യൂൾ എന്ന് പറയും. പ്ലാന്റ് സെല്ലിനകത്തുള്ള ചില സെക്രീഷൻസിനെ സ്റ്റോർ ചെയ്യാൻ, വേസ്റ്റ് മെറ്റീരിയൽസിനെ സ്റ്റോർ ചെയ്യാൻ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ആളാണ് വാക്യൂള്. ദെൻ തൊട്ട് താഴെ ഒരു നീല കളറിൽ പൈപ്പ് മടക്കി വെച്ച പോലത്തെ ഒരു സ്ട്രക്ചർ കാണാം. അതിനെയാണ് ഗോൾഗി കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. എന്തെന്ന്? ഗോൾഗി കോംപ്ലക്സ് അഥവാ ഗോൾഗി അപ്പാരറ്റസ് എന്ന് വിളിക്കും. ഓക്കെ, ഞാൻ ഒന്ന് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ, 2 ടേംസിലാണ് ഇതിനെ വിളിക്കുന്നത്. ഗോൾഗി കോംപ്ലക്സ് എന്നും വിളിക്കാം, അല്ലെങ്കിൽ ഗോൾഗി അപ്പാരറ്റസ് എന്നും വിളിക്കാം. ഓക്കെ, ഒരു നീല കളറിലുള്ള സാധനം. അതും ഈ പറഞ്ഞ പോലെ തന്നെ ചില സെക്രീഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചറിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ആളാണ്. നമ്മൾ പഠിക്കുവേ, കൺഫ്യൂഷൻ വേണ്ട, ഒരു തവണ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ, റിപ്പീറ്റ് ആയിട്ടുള്ള സ്ലൈഡുകളിൽ വരുന്നുണ്ട്. ദെൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ഗ്രീൻ കളറിൽ ഒരു സ്ട്രക്ചർ കാണാം. ഇത് പ്ലാന്റ് സെല്ലാണെന്നുള്ള ബോധം വേണം കേട്ടോ. പ്ലാന്റ്സിൻ്റെ കളർ എന്താ? ഗ്രീൻ. പ്ലാന്റ്സിന് ഗ്രീൻ കളർ കൊടുക്കുന്ന ആരാ? ക്ലോറോഫിൽ പിഗ്മെന്റ്സ് അല്ലേ. ആ ക്ലോറോഫിൽ പിഗ്മെന്റ്സ് കാണുന്ന സ്ട്രക്ചറാണിത് ക്ലോറോപ്ലാസ്റ്റ്. എന്തെന്ന്? ക്ലോറോപ്ലാസ്റ്റ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും സ്ട്രക്ചേഴ്സാണ് ഒരു സെല്ലിനകത്ത്, ഒരു പ്ലാന്റ് സെല്ലിനകത്തുള്ളത്. ഇനി മക്കളെ, നമുക്ക് 2 ടേം പഠിക്കാനുണ്ട്, ഒരുപോലെയുള്ള 2 ടേംസ്. അതിലൊന്ന് സൈറ്റോപ്ലാസം, രണ്ടാമത്തത് പ്രോട്ടോപ്ലാസം. സൈറ്റോപ്ലാസവും പ്രോട്ടോപ്ലാസവും. സൈറ്റോപ്ലാസത്തിൻ്റെ കേസിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് നമ്മുടെ സെല്ലിൻ്റെ ഔട്ടർമോസ്റ്റ് കവറിങ് ആയിട്ടുള്ള സെൽ മെംബ്രെയിന് അകത്ത്, നമ്മുടെ സെൽ മെംബ്രെയിന് അകത്ത് ന്യൂക്ലിയസ് ഒഴികെയുള്ള ഭാഗമാണ് സൈറ്റോപ്ലാസം. നമ്മുടെ സെൽ മെംബ്രെയിനകത്ത് ന്യൂക്ലിയസ് ഒഴികെയുള്ള ഭാഗത്തെയാണ് എന്ത് വിളിക്കുന്നത്? സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? എന്നാൽ സെൽ മെംബ്രെയിനകത്തുള്ളതെല്ലാം സെൽ മെംബ്രെയിൻ മറ്റൊരു പേരും കൂടിയുണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ.
ഈ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനകത്തുള്ള മുഴുവൻ സാധനങ്ങളും ചേർന്നതാണ് പ്രോട്ടോപ്ലാസം. കിട്ടിയോ? ഇത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സൈറ്റോപ്ലാസും പ്രോട്ടോപ്ലാസും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ചോദ്യം വരാം, എക്സാമിന് ക്വസ്റ്റ്യൻ വരാം. അതുകൊണ്ട് തന്നെ നമുക്കത് പഠിക്കണം. ഇനി നമുക്ക് തൊട്ടടുത്ത എക്സ്പ്ലനേഷൻ സ്ലൈഡുകളിലേക്ക് പോവാം. നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ള പ്ലാൻ സെൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ഐഡിയ കിട്ടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിശ്വസിച്ചോട്ടെ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സെൽ വോള് പിക്ചർ മനസ്സിൽ വേണേ, ഈ ചിത്രം മനസ്സിൽ വേണം. അപ്പോൾ പഴയ ബാക്കോട്ട് എടുത്ത് ഈ ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തരില്ല. അഥവാ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തുറന്നു വെക്കുക. ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പിക്ചർ തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെക്കുക. അപ്പോൾ ഇനി നോക്കുക, സെൽ വോള്. സെൽ വോൾ ഇസ് എ റിജിഡ് ലെയർ ഔട്ടർ ടു ദ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിന് പുറത്ത് കാണുന്ന ഒരു ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള കവറിംഗ് ആണ് സെൽ വോള്. ഇറ്റ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ആൻഡ് ഷേപ്പ് ടു ദ സെൽ. നമ്മുടെ സെല്ലിന് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ അല്ലെ, അതിനെ സംരക്ഷിക്കുന്നു. പ്രൊട്ടക്ഷൻ ആൻഡ് ഷേപ്പ് ടു ദ സെൽ. നമ്മുടെ സെല്ലിന് ആ ഷേപ്പ് കൊടുക്കുന്നത് ആരാണ്? സെൽ വോളാണ്. ഇൻ പ്ലാന്റ്സ് സെൽ വോൾ ഇസ് മെയിൻലി മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. സെൽ വോള് പ്ലാന്റ്സിന്റെ കേസിൽ സെല്ലുലോസ് എന്ന കമ്പോണന്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? സെൽ വോൾ ഇസ് മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ഇൻ പ്ലാന്റ് സെൽസ്. ഉറപ്പിച്ചു വെക്കുക കേട്ടോ. വൺ വേർഡ് ക്വസ്റ്റ്യൻ ഇവിടെ പ്രതീക്ഷിച്ചോ. സെൽ വോൾ ഇസ് മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. ഓക്കെ, ഇത്രയും സെൽ വോളിൽ പഠിക്കാനുള്ളൂ. നമ്മൾ അപ്പുറം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് കറക്റ്റ് ക്രോഡീകരിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് സെൽ വോളിന് തൊട്ടുള്ളിലായിട്ട് കാണുന്ന ഭാഗം. ദ സെൽ മെംബ്രെയിൻ ഇസ് എ തിൻ ഫ്ലെക്സിബിൾ ലെയർ ദാറ്റ് സറൗണ്ട്സ് ദ സെൽ. സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഒരു തിന്നായിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലെയർ ആണ്. ഇറ്റ് സറൗണ്ട്സ് ദ സെൽ. സബ്സ്റ്റൻസസ് എൻ്റർ ആൻഡ് ലീവ് ദ സെൽ ത്രൂ ദിസ് മെംബ്രെയിൻ. ഈ മെംബ്രെയിനകത്തു കൂടിയാണ് ചില സബ്സ്റ്റൻസസ് നമ്മുടെ സെല്ലിനകത്തേക്ക് കയറുകയും ആവശ്യാനുസരണം പുറത്തേക്ക് പോവുകയും ചെയ്യുന്നത്. The plasma membrane does not allow any substance to pass through. The plasma membrane does not allow, all substances to pass through. ഈ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ സെൽ മെംബ്രെയിൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, തോന്നും പോലെ എല്ലാ സബ്സ്റ്റൻസിനെയും കടത്തി വിടൂല. Therefore, the plasma membrane is known as a semi-permeable membrane. അതായത് പ്ലാസ്മ മെംബ്രെയിൻ എന്ത് വിളിക്കും? സെമി പെർമെബിൾ മെംബ്രെയിൻ എന്ന് വിളിക്കും. മനസ്സിലായല്ലോ? അവിടെ ഡൗട്ടിൻ്റെ ഒന്നുകൂടെ പറയാം. നിങ്ങളുടെ വീടിൻ്റെ വാതിൽ ആവശ്യമുള്ള ആളെ മാത്രമേ കടത്തിവിടൂ, അല്ലാത്ത ആളെ വിടൂല. അതുപോലെ പ്ലാസ്മ മെംബ്രെയിൻ ആരെയാണോ ആ സെല്ലിന് ആവശ്യം അവരെ മാത്രം ഉള്ളിലേക്ക് കടത്തിവിടും, പുറത്തേക്കും കടത്തിവിടും. അത്രയേ ഉള്ളൂ. ദെൻ സെൽ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു പ്രോട്ടീൻ മോളിക്യൂൾ നിങ്ങൾക്ക് അവിടെ കാണാം. അതുപോലെ ലിപ്പിഡ് ലെയേഴ്സ്, 2 ലെയറായിട്ട് ലിപ്പിഡ് ലെയേഴ്സ് കാണാം. കുറേയധികം പ്രോട്ടീൻ മോളിക്യൂൾസിനെയും നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ സ്ട്രക്ചർ ഒന്ന് ജസ്റ്റ് മനസ്സിൽ വെക്കുക. ചിലപ്പോൾ എക്സാമിന് പിക്ചർ എന്ന് ഇതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചാലോ? ഓക്കെ, അപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ചിത്രങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ആ ചിത്രം തന്നിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക. നമ്മൾ പഠിക്കുമ്പോഴെപ്പോഴും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ പഠിച്ചു പോകണം. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കണ്ട അപ്പം തന്നെ ഉറപ്പിച്ചോ, മനസ്സിൽ നിന്ന് എടുത്ത് എഴുതണം ഇത് പ്ലാസ്മ മെംബ്രെയിൻ ആണെന്ന്. മനസ്സിലായോ? അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നോക്കാം. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. പ്രോട്ടോപ്ലാസം ആൻഡ് സൈറ്റോപ്ലാസം. Protoplasm consists of all the components inside the cell membrane, including the nucleus and cytoplasm. പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് ഒരു സെൽ മെംബ്രെയിനകത്ത്, ഇവിടെ കണ്ടോ, അതാ പച്ച കളറിലൊരു സെൽ മെംബ്രെയിൻ കൊടുത്തിട്ട് കണ്ടോ, ആ സെൽ മെംബ്രെയിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ എന്ത് വിളിക്കും? പ്രോട്ടോപ്ലാസം എന്ന് വിളിക്കും. ഓക്കെ, ഒരു സെൽ മെംബ്രെയിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടോ അതിനെന്ത് വിളിക്കുന്നു? പ്രോട്ടോപ്ലാസം എന്ന് വിളിക്കുന്നു. അതേസമയം സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ഈ സെൽ മെംബ്രെയിനകത്തുള്ള സാധനം തന്നെ, പക്ഷെ അതിനകത്ത് എന്ത് വരില്ല? ന്യൂക്ലിയസ് ഇല്ല. ന്യൂക്ലിയസിനെ നമ്മൾ പിടിച്ച് ഒഴിവാക്കി. ന്യൂക്ലിയസിനെ സൈറ്റോപ്ലാസത്തിൽ കൂട്ടൂല. മനസ്സിലായോ? അത് പ്രോട്ടോപ്ലാസത്തിൽ വരുന്ന ആളാണ്. പ്രോട്ടോപ്ലാസം തന്നെ ന്യൂക്ലിയസ് ഒഴികെയുള്ള പ്രോട്ടോപ്ലാസം, അതാണ് ഇതെന്ന് സൈറ്റോപ്ലാസം. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. പച്ച കളറിലാണ് നമ്മുടെ എന്ത് കൊടുത്തിട്ടുള്ളത്? സെൽ മെംബ്രെയിൻ കൊടുത്തിട്ടുള്ളത്. ഈ പച്ച നിറത്തിൽ കൊടുത്തിരിക്കുന്ന സെൽ മെംബ്രെയിൻ, അതിനകത്ത് എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ പ്രോട്ടോപ്ലാസം. ആ പ്രോട്ടോപ്ലാസത്തിൽ ന്യൂക്ലിയസിനെ പിടിച്ച് പുറത്ത് കളഞ്ഞാൽ ബാക്കിയുള്ളത് സൈറ്റോപ്ലാസം. നോക്കിക്കോ, സൈറ്റോപ്ലാസം ഇറ്റ്സ് എ ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് ദാറ്റ് ഫിൽസ് ദ സെൽ. സെല്ലിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന ജെല്ല് പോലെയുള്ള ഫ്ലൂയിഡാണ്. ഇറ്റ് മെയിൻറ്റെയിൻസ് ഓൾ ദ ഓർഗനൽസ് ഇൻ ദെയർ പ്ലേസ് ആൻഡ് സെർവ്സ് ആസ് ദ മീഡിയം ഫോർ കെമിക്കൽ റിയാക്ഷൻ. ഇതെന്താണ്? ഒരു ജെല്ലി ലൈക്ക് മെറ്റീരിയൽ ആണ്.
ഇതെന്ത് ചെയ്യുന്നുണ്ട്? സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയയും ഗോൾഗി കോംപ്ലക്സും പോലെയുള്ളതാണ് സെൽ ഓർഗനൽസ്. അപ്പോൾ ഈ സെൽ ഓർഗനൽസിന് അതാത് പ്ലേസിൽ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യും? ഈ സൈറ്റോപ്ലാസം ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് സെർവ്സ് ആസ് ദ മീഡിയം ഫോർ കെമിക്കൽ റിയാക്ഷൻ. നമ്മുടെ പ്ലാന്റ്സിനകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിന് ആവശ്യമായിട്ടുള്ള മീഡിയമായിട്ട് ആര് വർക്ക് ചെയ്യുന്നു? സൈറ്റോപ്ലാസം വർക്ക് ചെയ്യുന്നു. മനസ്സിലായോ? എക്സാമിന് ചോദിക്കും മക്കളെ, ഒരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇനി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് മുഴുവൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അങ്ങനെയുള്ള പോയിന്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ്, സെൽ ഓർഗനൽസ്. എന്താണ് സെൽ ഓർഗനൽസ് എന്നാ പറയുന്നു? Cell organelles are the parts that perform the functions necessary for the survival and functioning of the cell. ഒരു സെല്ലിൻ്റെ സർവൈവലിനും അതുപോലെ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷൻസ് നടത്താനും ആ സെല്ലിനെ സഹായിക്കുന്നത് ആരൊക്കെയാണോ അവരെ നമ്മൾ എന്ത് വിളിക്കും? സെൽ ഓർഗനൽസ് എന്ന് വിളിക്കും. ഓക്കെ, നമുക്ക് ഓരോ സെൽ ഓർഗനൽസിനെ ആയിട്ട് പഠിച്ചു പോവാം. ഫസ്റ്റ് വൺ, ന്യൂക്ലിയസ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സെല്ലിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റ് അല്ലേ? ന്യൂക്ലിയസ് ഇസ് ദ സെൻറ്റർ ദാറ്റ് കൺട്രോൾസ് ദ സെൽ. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സെല്ലിനെ കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റ് ആണ് ന്യൂക്ലിയസ്. മനസ്സിലായോ? ക്രോമാറ്റിൻ നെറ്റ്വർക്ക് ഈസ് ദ സ്ട്രക്ചർ ദാറ്റ് അപ്പിയേഴ്സ് ലൈക്ക് എ നെറ്റ്വർക്ക് ഓഫ് ത്രെഡ്സ് വിതിൻ ദ ന്യൂക്ലിയോപ്ലാസം. അതായത് ന്യൂക്ലിയസിനകത്ത്, നമ്മുടെ സെല്ലിനകത്ത് ഒരു വെള്ളം പോലത്തെ സാധനം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, സൈറ്റോപ്ലാസം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലും ഒരു ജെല്ലി ലൈക്ക് മെറ്റീരിയൽ ഉണ്ട്, ഒരു വെള്ളം പോലത്തെ ഒരു സാധനമുണ്ട്. ആ വെള്ളം പോലത്തെ സാധനത്തിനെ വിളിക്കും ന്യൂക്ലിയോപ്ലാസം. ഞാനൊന്നുകൂടെ പറയാം, ന്യൂക്ലിയസ് ആണ് സെൻറ്റർ, നമ്മുടെ സെല്ലിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന സെൻറ്റർ ആരാണ്? ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു വെള്ളം പോലത്തെ ഭാഗമുണ്ട്. ആ ഭാഗത്തിനെ വിളിക്കും ന്യൂക്ലിയോപ്ലാസം. ഈ ന്യൂക്ലിയോപ്ലാസത്തിൽ കുറേ ത്രെഡ് പോലെയുള്ള, കുറേ നൂല് പോലുള്ള സ്ട്രക്ചർ ഉണ്ട്. ഈ നൂല് പോലുള്ള സ്ട്രക്ചറിനെ വിളിക്കും ക്രോമാറ്റിൻ നെറ്റ്വർക്ക്. ഇതെന്ന് ക്രോമാറ്റിൻ നെറ്റ്വർക്ക്, അതല്ലെങ്കിൽ ക്രോമാറ്റിൻ റെട്ടിക്കുലം. എന്തെന്ന്? എട്ടിക്കുളല്ല കേട്ടോ, റെട്ടിക്കുലം. എന്തെന്ന്? ക്രോമാറ്റിൻ റെട്ടിക്കുലം. അപ്പോൾ ഈ ക്രോമാറ്റിൻ റെട്ടിക്കുലം സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്, മക്കളെ നിങ്ങൾക്കറിയാം നമ്മുടെ സെൽസ് ഡിവൈഡ് ചെയ്യണം. അതായത് നിങ്ങൾ ജനിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ ഇത്രയും സെൽസ് ഉണ്ടായിരുന്നോ? ഇല്ല. നിങ്ങൾ വളരുന്നതിന് കണക്കായിട്ട്, അതായത് സെൽ ഡിവിഷൻ നടന്നത് വഴിയാണ് നിങ്ങൾ വളർന്നത്. അപ്പോൾ സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ക്രോമാറ്റിൻ റെട്ടിക്കുലം കണ്ടൻസ് ചെയ്ത് ക്രോമസോമായി മാറും. ക്രോമാറ്റിൻ റെട്ടിക്കുലം എന്ത് ചെയ്യും? കണ്ടൻസ് ചെയ്തിട്ട് ക്രോമസോമായി മാറും. ഞാനൊന്നുകൂടെ പറയാം. ന്യൂക്ലിയസ് ഇസ് ദ സെൻറ്റർ ദാറ്റ് കൺട്രോൾസ് ദ സെൽ. സെല്ലിനെ കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റ്. ഈ ന്യൂക്ലിയസിനകത്തുണ്ട് എന്തുണ്ട്? ഒരു ന്യൂക്ലിയോപ്ലാസം ഉണ്ട്. അതുകൂടാതെ ഒരു നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിനെ ക്രോമാറ്റിൻ റെട്ടിക്കുലം എന്നാണ് വിളിക്കുക. During cell division, this chromatin network condenses into chromosomes. സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് ക്രോമാറ്റിൻ നെറ്റ്വർക്ക് എന്തായി മാറും? ക്രോമസോംസ് ആയി മാറും. There is also a part called nucleolus within the nucleus. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു മഞ്ഞ കളറിലൊരു ഭാഗം കാണാം. അതിനെയാണ് എന്ത് വിളിക്കുക? ന്യൂക്ലിയോലസ് എന്ന് വിളിക്കുന്നത്. അതിനും ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് തൽക്കാലം അത് വേണ്ട. നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി, പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനുള്ളിൽ ഒരു മെറ്റീരിയൽ ഉണ്ട്, ഒരു ദ്രാവക ഭാഗമുണ്ട്, ഒരു ഫ്ലൂയിഡ് സ്ട്രക്ചർ ഉണ്ട്. അതിന് ന്യൂക്ലിയോപ്ലാസം എന്ന് വിളിക്കും. ഏറ്റവും ഉള്ളിൽ ഒരു ചെറിയ സെൻറ്റർ ഉണ്ട് ന്യൂക്ലിയസിൻ്റെ, അതിനെന്ത് വിളിക്കും? ന്യൂക്ലിയോലസ് എന്ന് വിളിക്കും. ന്യൂക്ലിയോപ്ലാസത്തിലെ കുറേ ത്രെഡ് ലൈക്ക് മെറ്റീരിയൽ ഉണ്ട്, അതിനെ ക്രോമാറ്റിൻ റെട്ടിക്കുലം എന്ന് വിളിക്കും. ഈ ക്രോമാറ്റിൻ റെട്ടിക്കുലം കണ്ടൻസ് ചെയ്തിട്ട് എന്തായി മാറും? സെൽ ഡിവിഷൻ്റെ സമയത്ത് ക്രോമസോംസ് ആയിട്ട് മാറും. സെല്ലിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റാണ് ന്യൂക്ലിയസ്. മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആയോ? ദെൻ നമുക്ക് പഠിക്കാനുള്ളത് ബാക്കിയുള്ള സെൽ ഓർഗനൽസ്. ഗോൾഗി അപ്പാരറ്റസ്. നെക്സ്റ്റ് സെൽ ഓർഗനൽ ഏതാണ്? ഗോൾഗി അപ്പാരറ്റസ്. These are cell organelles that appear as a stacked membrane layers. അതായത് കുറേ മെംബ്രെയിൻ ലെയേഴ്സ് ആയിട്ടാണ് ആര് കാണുന്നത്? ഗോൾഗി അപ്പാരറ്റസ് കാണുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാം, എന്തോ ഒരു മെംബ്രെയിൻ ഇങ്ങനെ അടുക്കി പറക്കി വെച്ച പോലെയാണ് എന്തുള്ളത്? ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി കോംപ്ലക്സ് കാണാൻ വേണ്ടി പറ്റുന്നത്. These organelles transport proteins and lipids to various parts of the cell and outside the cell wrapped in membranous sacs.
അതായത് ഒരു മെംബ്രെയിൻ സാക്കിനുള്ളിൽ പൊതിഞ്ഞിട്ട് ഇത് പ്രോട്ടീൻസിനെയും ലിപ്പിഡ്സിനെയും ഒക്കെ സെല്ലിനകത്തേക്കും പുറത്തേക്കും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യലാണ് ആരുടെ ജോബ്? ഗോൾഗി അപ്പാരറ്റസിൻ്റെ ജോബ്. ഞാനൊന്നുകൂടെ പറയാം. ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാക്ഡ് മെംബ്രെയിൻ ലെയർ പോലെ കാണുന്ന സെൽ ഓർഗനലാണ്. സ്റ്റാക്ഡ് മെംബ്രെയിൻ ലെയർ എന്ന് വെച്ചാൽ അടുക്കി പറക്കി വെച്ച മെംബ്രെയിൻ ലെയേഴ്സ്. ഓക്കെ, അടുക്കി പറക്കി ഇങ്ങനെ തട്ടുകളാക്കി വെച്ച് മെംബ്രെയിൻ ലെയേഴ്സ് പോലെയാണ് ആര് കാണുന്നത്? ഗോൾഗി അപ്പാരറ്റസ് കാണുന്നത്. ഈ ഓർഗനൽസിൻ്റെ ഡ്യൂട്ടി എന്താ? ഇറ്റ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ്. അതെങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? റാപ്ഡ് ഇൻ മെംബ്രെയിനസ് സാക്ക്. ഒരു മെംബ്രെയിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞിട്ട് പ്രോട്ടീനെയും ലിപ്പിഡിനെയും സെല്ലിനകത്തേക്കും പുറത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്യും. സിമ്പിളാണ്. അത് എഴുതി വന്നപ്പോൾ നിങ്ങൾക്കത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്നതാ. വളരെ സിമ്പിളാണ് സാധനം. ഞാൻ ഒന്നുകൂടെ പറയാം, നോക്കിക്കോ. ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാക്ഡ് മെംബ്രെയിൻ സ്ട്രക്ചറാണ്. എന്ന് വെച്ചാൽ കുറേ ഇങ്ങനെ മെംബ്രെയിനിൽ പൊതിഞ്ഞൊരു, മെംബ്രെയിൻ എന്ന് വെച്ചാൽ തോല് പോലത്തെ ഒരു സാധനം. ഓക്കെ, നമ്മുടെ തോലില്ലേ, ഔട്ടർ മോസ്റ്റ് സ്കിൻ, അതുപോലുള്ളൊരു സാധനമാണ് എന്തെന്ന് നമ്മുടെ ഈ ഗോൾഗി അപ്പാരറ്റസ്. കുറേ മെംബ്രെയിൻ കൊണ്ട് ഇങ്ങനെ അട്ടി വെച്ച സാധനമാണ് ഗോൾഗി അപ്പാരറ്റസ്. അതിൻ്റെ ഡ്യൂട്ടി എന്താ? അത് പ്രോട്ടീൻസിനെയും ലിപ്പിഡിനെയും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്? ആ പ്രോട്ടീനെയും ലിപ്പിഡിനെയും ഒക്കെ ഒരു മെംബ്രെയിനായിട്ടുള്ള ഒരു കവറിങ് കൊണ്ട് പൊതിയും. ഒരു മെംബ്രെയിൻ്റെ ഉള്ളിലാക്കും പ്രോട്ടീനെയും ലിപ്പിഡിനെയും. എന്നിട്ട് സെല്ലിനകത്തേക്കും പുറത്തേക്കും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കും. അതാണ് ആരുടെ ഡ്യൂട്ടി? ഗോൾഗി അപ്പാരറ്റസിൻ്റെ ഡ്യൂട്ടി. കിട്ടിയോ? ഈ കാണാൻ ഗോൾഗി അപ്പാരറ്റസിനെ പോലെ ഏകദേശം ഇരിക്കുന്ന മറ്റൊരാളും കൂടിയുണ്ട്. അയാളാണ് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത്, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. ടെക്സ്റ്റ് ബുക്കിലെ ചിത്രം എടുത്ത് നോക്കണേ. മെയിനായിട്ടുള്ള ആ പ്ലാന്റ് സെല്ലിൻ്റെ ചിത്രം എടുത്ത് നോക്കണം. നിങ്ങൾ ഈ സെപ്പറേറ്റ് ആയിട്ടുള്ള പിക്ചേഴ്സ് തന്നെ നോക്കണ്ട, കാരണം അത് തന്നെയാണ് ഇവിടെ സ്ലൈഡിലുള്ളത്. ഓക്കെ, നിങ്ങൾ നോക്കേണ്ടത് ആ മുഴുവൻ പ്ലാന്റ് സെല്ലിൻ്റെ ചിത്രം എടുത്തിട്ടൊന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ്, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. ദീസ് ഓർഗനൽസ് അപ്പിയർ ആസ് എ നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ് വിതിൻ ദ സെൽ. പൈപ്പിൻ്റെ പീസ് പോലെ, ട്യൂബ്യൂൾസ് പോലെയാണ് ആര് കാണുന്നത്? നമ്മുടെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം കാണുന്നു. കുറേ പൈപ്പ് ഇങ്ങനെ വെച്ച പോലെ കാണാം. സെർവ്സ് ആസ്, ഇവിടെയാണ് ഇമ്പോർട്ടൻ്റ്, സെർവ്സ് ആസ് പാത്വേസ് ഫോർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ. ഇയാളുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്താ? മെറ്റീരിയൽസിനെ കണ്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ സിന്തസിസ് ആൻഡ് റിമൂവൽ ഓഫ് മെറ്റീരിയൽസ് റിക്വയർഡ് ബൈ ദ സെൽ. ഇത് നമ്മുടെ സെല്ലിന് ആവശ്യമായിട്ടുള്ള ചില മെറ്റീരിയൽസ് സിന്തസിസ് ചെയ്യും റിമൂവ് ചെയ്യും കൂടെ ചെയ്യുന്ന ആളാണ് ആര്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ സിന്തസിസ് ആൻഡ് റിമൂവൽ ഓഫ് മെറ്റീരിയൽസ് റിക്വയർഡ് ബൈ ദ സെൽ. നമ്മുടെ സെല്ലിന് ആവശ്യമായിട്ടുള്ള ചില മെറ്റീരിയൽസിനെ ഉണ്ടാക്കും, ആവശ്യമില്ലാത്ത ചില മെറ്റീരിയൽസിന് എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. ഇതാണ് ആരുടെ ഡ്യൂട്ടി? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെ ഡ്യൂട്ടി. ഇത് ശരിക്കും സൈറ്റോസ്കെലിട്ടൺ എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. എന്തറിയപ്പെടും? സൈറ്റോസ്കെലിട്ടൺ, കോശാസ്ഥികൂടം അല്ലേ? നമ്മുടെ സ്കെലിട്ടൺ, അതായത് ഒരു സെല്ലിന് നമ്മുടെ ബോഡിക്ക് ബേസിക് സ്ട്രക്ചർ കൊടുക്കുന്നത് നമ്മുടെ സ്കെലിട്ടൺ ആണ്. സ്കെലിട്ടൺ ഇല്ലാത്ത നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ, അസ്ഥി കൂടില്ലാത്ത നിങ്ങളെക്കുറിച്ച് നിങ്ങളിങ്ങനെ ഒഴുകി നടക്കും അല്ലേ? അതുപോലെ ആ സെല്ലിൻ്റെ കേസിൽ അസ്ഥികൂടം പോലെ, അതായത് സ്കെലിട്ടൺ പോലെ ആക്ട് ചെയ്യുന്ന ആളാണ് ആര്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് നോൺ ആസ് സൈറ്റോസ്കെലിട്ടൺ. അതിനെന്ത് വിളിക്കും? സൈറ്റോസ്കെലിട്ടൺ എന്ന് നമ്മൾ വിളിക്കും. അതൊന്ന് ഓർത്ത് വെച്ചോ, ടെക്സ്റ്റിൽ കാണുന്നില്ല. അപ്പോൾ ഈ ഒരു പോയിന്റും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേ. അപ്പോൾ ഇതെങ്ങനെയാണ് കാണുന്നത്? ഇറ്റ് ഇസ് എ നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ് വിത്തിൻ ദ സെൽ. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? ഇറ്റ് സെർവ്സ് ആസ് ദ പാത്വേസ് ഫോർ കണ്ടക്ടിങ് മെറ്റീരിയൽസ്. ഓക്കെ, മെറ്റീരിയൽസ് കണ്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ സിന്തസിസ് ആൻഡ് റിമൂവൽ ഓഫ് മെറ്റീരിയൽസ് റിക്വയർഡ് ബൈ ദ സെൽ. സെല്ലിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കും, ആവശ്യമില്ലാത്തതിനെ റിമൂവ് ചെയ്യും. ഇതാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ്, മൈറ്റോകോൺട്രിയ. എനർജി പ്രൊഡക്ഷൻ സെൻറ്റർ ഓഫ് ദ സെൽ ഓർ ഇറ്റ് ഇസ് ദ പവർ ഹൗസ് ഓഫ് എ സെൽ. ഈ ഒരു ടേമും കൂടെ ഓർത്ത് വെച്ചോ. ഇറ്റ് ഇസ് ദ എനർജി പ്രൊഡക്ഷൻ സെൻറ്റർ ഓഫ് ദ സെൽ ഓർ ഇറ്റ് ഇസ് ദ പവർ ഹൗസ് ഓഫ് എ സെൽ. മീൻസ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയോ ആ ഭാഗത്തെ നമ്മൾ ശരിക്കും വിളിക്കുക പവർ ഹൗസ് എന്നാണ് അല്ലേ? പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലം, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലം. നമ്മുടെ സെല്ലിനകത്ത് അല്ലെങ്കിൽ പ്ലാന്റ് സെല്ലിനകത്ത്, നമ്മുടെ സെല്ലിനകത്തും അതെ കേട്ടോ, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ ആരാണ്? ഈ മൈറ്റോകോൺട്രിയാണ്. It is the energy production center of the cell. It stores the energy obtained from the oxidation of glucose and distribute it as when required. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, സിമ്പിളായി പറയാം. നിങ്ങൾ ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ പ്ലാന്റ്സ് ഗ്ലൂക്കോസ് ഉണ്ടാക്കി. ഓക്കെ, നിങ്ങളുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് ഉണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിച്ചു, ഡൈജഷൻ നടന്നു, ഗ്ലൂക്കോസ് ഉണ്ടായി. ഈ ഗ്ലൂക്കോസാണ് നിങ്ങൾ റെസ്പയർ ചെയ്യുമ്പോൾ, നിങ്ങൾ ശ്വസിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നത്. ആ ഗ്ലൂക്കോസിൻ്റെ ഓക്സിഡേഷൻ നടന്നിട്ടാണ് നിങ്ങൾക്ക് വേണ്ട എനർജി കിട്ടുന്നത്. മക്കളെ, നിങ്ങൾ ശ്വസിക്കുന്ന സമയത്ത് നടക്കുന്നത് ഗ്ലൂക്കോസിൻ്റെ ഓക്സിഡേഷനാണ്.
അപ്പോൾ എനർജി ഉണ്ടാവും. ആ എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത് എവിടെയാണ്? മൈറ്റോകോൺട്രിയയിലാണെന്നാണ് പറയുന്നതല്ല, അങ്ങനെയാണ് നടക്കുന്നത്. ഓക്കെ, അതൊന്നുകൂടെ പറയാം. ഇറ്റ് ഈസ് ദ എനർജി പ്രൊഡക്ഷൻ സെൻറ്റർ ഓഫ് ദ സെൽ. ഇറ്റ് സ്റ്റോർസ് ദ എനർജി ഒബ്റ്റൈൻഡ് ഫ്രം ദ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ്. മനസ്സിലായോ? ഈ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് എന്താണെന്ന് ഇപ്പോൾ കിട്ടിയല്ലോ. അതായത് നിങ്ങൾ റെസ്പയർ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ശ്വസിക്കുന്ന സമയത്ത് ഗ്ലൂക്കോസിൻ്റെ ഓക്സിഡേഷൻ നടക്കുന്നു എന്ന് വെച്ചാൽ ഗ്ലൂക്കോസിൽ നിന്ന് എനർജി സ്വതന്ത്രമാകുന്നു ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് ആസ് വെൻ റിക്വയർഡ്. എപ്പോഴാണോ നിങ്ങളുടെ ബോഡിക്ക് ആവശ്യം, നിങ്ങളുടെ പ്ലാന്റ് ബോഡിക്ക് ആവശ്യം, ആ സമയത്ത് എന്ത് ചെയ്യും? ഇതിനകത്ത് നിന്ന് എനർജി റിലീസ് ചെയ്ത് കൊടുക്കും. മനസ്സിലായോ? ഇതാണ് മൈറ്റോകോൺട്രിയ. ഇനി പഠിക്കാനുള്ളത് പ്ലാസ്റ്റിഡ്സ് ആണ്, അതുപോലെ വാക്യൂളും റൈബോസോംസും. ഇത്രയും കൂടെ പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യും. നോക്കിക്കോളൂ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിഡ്സ് ആണ്. Plastids are specific parts in the plant cells that helps in the synthesis and storage of food materials. Plastids are specific part in the plant cells. നമ്മുടെ പ്ലാന്റ് സെൽസിൽ മാത്രം കാണുന്ന ആളാണ് ആര്? പ്ലാസ്റ്റിഡ്. ഈ പ്ലാസ്റ്റിഡ്സ് എന്തിന് ഹെൽപ്പ് ചെയ്യും? ഫുഡ് സ്റ്റോർ ചെയ്യാനും സിന്തസിസിനും ഹെൽപ്പ് ചെയ്യും. ഫുഡ് സിന്തസൈസ് ചെയ്യാനും ഫുഡ് സ്റ്റോർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? പ്ലാസ്റ്റിഡ്സ്. ദേ ഹാവ് 2 ലെയേർഡ് മെംബ്രെയിൻ. അതിന് ഔട്ടർ മോസ്റ്റ് ആയിട്ട് 2 ലെയറായിട്ടുള്ള മെംബ്രെയിനിൻ്റെ കവറിങ് ഉണ്ട്. 2 ലെയർ ഔട്ടർ മോസ്റ്റ് കവറിങ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിഡ്സ് ഉണ്ട്. പ്ലാന്റ് ബോഡിയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിഡ്സ് ഉണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം. പ്ലാന്റ് ബോഡിയിൽ മാത്രം കാണുന്ന ഒരാളാണ് പ്ലാസ്റ്റിഡ്. പ്ലാസ്റ്റിഡ്സിന് ഔട്ടർ മോസ്റ്റ് 2 ലെയർ കൊണ്ടുള്ള ഒരു കവറിങ് ഉണ്ട്. 3 ടൈപ്പ് പ്ലാസ്റ്റിഡ്സ് ആണ് ഉള്ളത്. ഒന്ന് ക്ലോറോപ്ലാസ്റ്റ്, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ക്ലോറോപ്ലാസ്റ്റ്. രണ്ടാമത്തെ ആൾ ക്രോമോപ്ലാസ്റ്റ്, ദെൻ ല്യൂക്കോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്. സിമ്പിളാണ് സംഗതി, ശ്രദ്ധിച്ചിരുന്നാൽ മതി. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ദ ഗ്രീൻ പ്ലാസ്റ്റിഡ്സ് പ്രസൻറ്റ് ഇൻ ദ ലീവ്സ് ആൻഡ് ഗ്രീൻ സ്റ്റെംസ്. നിങ്ങൾക്കറിയാം, ഒരു ചെടിയുടെ മേജർ പാർട്ട്, ഒരു സസ്യത്തിൻ്റെ മേജർ പാർട്ട് എന്താണ്? ഗ്രീൻ കളറാണ്. ആ ഗ്രീൻ കളർ എവിടെയൊക്കെ കാണുമോ അവിടെയൊക്കെയുള്ള ആളാണ് ആര്? ക്ലോറോപ്ലാസ്റ്റ്. ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് പ്ലാന്റ്സ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് ഫോട്ടോസിന്തസിസ് നടത്തുന്നത് ആണല്ലോ. ദേ കണ്ടെയ്ൻ എ ഗ്രീൻ പിഗ്മെൻറ്റ് കോൾഡ് ക്ലോറോഫിൽ. ഈ ക്ലോറോപ്ലാസ്റ്റിനകത്ത് എന്തുണ്ട്? ഒരു ഗ്രീൻ പിഗ്മെൻ്റ് ഉണ്ട്. ആ ഗ്രീൻ പിഗ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ക്ലോറോഫില്ല്. മനസ്സിലായോ? അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് എന്താണ്? ദ ഗ്രീൻ പ്ലാസ്റ്റിഡ്സ്. ഗ്രീൻ കളറുള്ള പ്ലാസ്റ്റിഡ്സ് ആണ്. പ്രസൻറ്റ് ഇൻ ദ ലീവ്സ് ആൻഡ് സ്റ്റെംസ്. ഇറ്റ് പ്രസൻറ്റ് ഇൻ ദ ലീവ്സ് ആൻഡ് സ്റ്റെംസ്. ലീവ്സിലും സ്റ്റെംസിലും കാണുന്ന ആളാണ് ആര്? ക്ലോറോപ്ലാസ്റ്റ്. ദേ കണ്ടെയ്ൻ എ ഗ്രീൻ പിഗ്മെൻറ്റ് കോൾഡ് ക്ലോറോഫിൽ. ഇതിനകത്ത് എന്തുണ്ട്? ഒരു ഗ്രീൻ പിഗ്മെൻ്റ് ഉണ്ട്, അതിൻ്റെ പേരാണ് ക്ലോറോഫിൽ. ഇറ്റ് ഹെൽപ്സ് ടു അബ്സോർബ് സൺലൈറ്റ് ഫോർ സിന്തസൈസിങ് ഫുഡ്. ഫുഡ് സിന്തസൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൺലൈറ്റ് ആര് വലിച്ചെടുക്കും? നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് വലിച്ചെടുക്കും. ഇറ്റ് വിൽ ഡു ഫോട്ടോസിന്തസിസ്. അത് ഫോട്ടോസിന്തസിസ് നടത്തും. കിട്ടിയല്ലോ? അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഗ്രീൻ കളർ പ്ലാസ്റ്റിഡാണ്. ദെൻ അടുത്ത ആൾ ക്രോമോപ്ലാസ്റ്റ്. ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ദീസ് ആർ ദ കളേർഡ് പ്ലാസ്റ്റിഡ്. പച്ച കളറല്ല, ബാക്കിയുള്ള കളർ കൊടുക്കുന്ന ആളാണ് ആര്? ക്രോമോപ്ലാസ്റ്റ്. ഇറ്റ് സീൻസ് ഇൻ ദ ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ്. നിങ്ങൾക്കറിയാം, പല കളറിൽ ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഉണ്ട്. അതിന് കളർ കൊടുക്കുന്ന ആളാണ് ആര്? ക്രോമോപ്ലാസ്റ്റ്. ദേ കണ്ടെയ്ൻ പിഗ്മെൻറ്റ്സ് ദാറ്റ് ഇംപാർട്ട് റെഡ്, ഓറഞ്ച് ആൻഡ് യെല്ലോ കളർ. നമ്മുടെ ഫ്രൂട്ട്സിനും അതുപോലെ തന്നെ എന്താ പറയുക, ഫ്ലവേഴ്സിനൊക്കെ ഓറഞ്ച് കളറും റെഡ് കളറും യെല്ലോ കളറും ഒക്കെ കൊടുക്കുന്നത് ആരാണ്? ക്രോമോപ്ലാസ്റ്റ് ആണ്. ദേ അട്രാക്ട് ദ ആനിമൽസ് ഫോർ പോളിനേഷൻ ആൻഡ് സീഡ് ഡിസ്പേഴ്സൽ. നല്ല റെഡ് കളറിലുള്ള ഒരു ഫ്രൂട്ട് കണ്ട അത് കഴിക്കാൻ ജീവികൾ വരൂലേ? അത് കഴിച്ചതിന് ശേഷം അതിൻ്റെ സീഡ് അവിടെ ഇവിടെ വരെ വലിച്ചെറിയൂലേ? അതാണ് സീഡ് ഡിസ്പേഴ്സലിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നല്ല അട്രാക്റ്റീവ് കളറുള്ള ഫ്ലവേഴ്സ് ആണെങ്കിലോ, അതിൽ തേൻ കുടിക്കാൻ പ്രാണികൾ വരൂലേ? ഇൻസെക്ട്സ് വരൂലേ? അപ്പോൾ അവിടെ പോളിനേഷൻ നടക്കൂലേ? മനസ്സിലായോ? അപ്പോൾ അതാണ് ക്രോമോപ്ലാസ്റ്റിൻ്റെ ഡ്യൂട്ടി. ദേ ആർ കളേർഡ് പ്ലാസ്റ്റിഡ് എസ്പെഷ്യലി ഫൗണ്ട് ഇൻ ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ്. ഫ്രൂട്ട്സിലും ഫ്ലവേഴ്സിലും കാണപ്പെടുന്നു. അതിനകത്ത് എന്തുണ്ട്? റെഡ് കളറും ഓറഞ്ച് കളറും യെല്ലോ കളറും ഒക്കെ കൊടുക്കുന്ന പിഗ്മെൻറ്റ്സ് ഉണ്ട്. ഇത് ആനിമൽസിനെ അട്രാക്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? പോളിനേഷനും അതുപോലെ തന്നെ സീഡ് ഡിസ്പേഴ്സലിനും വേണ്ടിയിട്ട്. കിട്ടിയല്ലോ? ഇത്രേ ക്രോമോപ്ലാസ്റ്റ് ഉള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ ല്യൂക്കോപ്ലാസ്റ്റ്. വൈറ്റ് ഓർ കളർലെസ് പ്ലാസ്റ്റിഡ്സ്. ഇതിന് കളറില്ല പ്രത്യേകിച്ച്, ഓക്കെ, അല്ലെങ്കിൽ വൈറ്റ് കളറാണ്. ഫൗണ്ട് ഇൻ സീഡ്സ്. സീഡിനകത്ത്
റൂട്ട്സിൽ, സ്റ്റെമ്മിൽ, അവിടെയൊക്കെയാണ് ഇത് കാണുന്നത്. എവിടെയൊക്കെ? സീഡ്, റൂട്ട് ആൻഡ് സ്റ്റെംസ്, ഇവിടെയൊക്കെയാണ് ലൂക്കോപ്ലാസ്റ്റ് കാണുന്നത്. ഇറ്റ് ഹാസ് നോ കളർ ഓർ ഇറ്റ് ഹാസ് വൈറ്റ് കളർ. ഓക്കെ, ഒന്നുകിൽ അതിന് വെള്ള നിറമാണെന്ന് പറയാം, അല്ലെങ്കിൽ കളർ ഇല്ല എന്ന് പറയാം. ലൂക്ക് ഇതിൻ്റെ ഫംഗ്ഷനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ലൂക്കോപ്ലാസ്റ്റ് സ്റ്റോർസ് സബ്സ്റ്റൻസസ് ലൈക്ക് സ്റ്റാർച്ച്, ഓയിൽ ആൻഡ് പ്രോട്ടീൻ. ഇയാളുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് സ്റ്റാർച്ചും ഓയിലും പ്രോട്ടീനും ഒക്കെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ലൂക്കോപ്ലാസ്റ്റിൻ്റെ ഡ്യൂട്ടി. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പ്ലാസ്റ്റിഡും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഏത് വിധേനയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിച്ചു വെക്കണം. ഇനി ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് സ്ലൈഡ്, ക്ലാസ് ലെങ്തി ആണെന്ന് അറിയാം, പക്ഷേ നമുക്ക് പറയുമ്പോൾ സെൽ ഓർഗനൽസ് ഒക്കെ ഒരു ട്രിപ്പിൽ അങ്ങ് പഠിക്കണം, അല്ലെങ്കിൽ അത് കഷ്ണം കഴിഞ്ഞ് പോയാൽ അതിനൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇനി 2 എണ്ണം കൂടിയേ ബാക്കിയുള്ളൂ. ഒന്ന് വാക്യൂള്. നിങ്ങൾ നേരത്തെ ആ ചിത്രത്തിൽ കണ്ടിട്ടുണ്ട്, ഒരു വലിയ കുളം കുഴിച്ച പോലെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം സൈസുള്ള ഒരു സാധനമാണ് വാക്യൂള്. ഈ ചിത്രത്തിലും കാണാം, ഒരു ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട് വാക്യൂള്. സ്റ്റോർസ് വാട്ടർ, ന്യൂട്രിയൻസ് ആൻഡ് വേസ്റ്റ്. വെള്ളവും ന്യൂട്രിയൻസും വേസ്റ്റും ഒക്കെ സ്റ്റോർ ചെയ്യുന്ന പ്ലാന്റ് സെല്ലിൻ്റെ ഭാഗമാണ് വാക്യൂൾ. യൂഷ്വലി ലാർജ് വാക്യൂൾസ് ആർ സീൻ ഇൻ പ്ലാന്റ് സെൽസ്. പ്ലാന്റ് സെൽസിലാണ് ഇത്രയും വലിപ്പമുള്ള വാക്യൂൾസ് കാണുന്നത്. ആനിമൽ സെൽസിലും ഉണ്ടാവും, പക്ഷെ സൈസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇറ്റ് സ്റ്റോർസ് വാട്ടർ, ന്യൂട്രിയൻസ് ആൻഡ് വേസ്റ്റ്. ഇറ്റ് യൂഷ്വലി ലാർജ് സൈസ്ഡ് വാക്യൂൾസ് പ്രസൻറ്റ് ഇൻ പ്ലാന്റ് സെൽസ്. പ്ലാന്റ് സെൽസിലാണ് ലാർജ് സൈസുള്ള വാക്യൂൾസ് കാണുന്നത്. കിട്ടിയല്ലോ. ദെൻ റൈബോസം, ലാസ്റ്റ് വൺ, റൈബോസം. They are found in the cytoplasm, either freely or attached to the endoplasmic reticulum. നമ്മൾ തൊട്ട് മുമ്പ് ഒരു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പഠിച്ചിട്ടുണ്ട് അല്ലേ? സൈറ്റോസ്കെലിട്ടൻ എന്നൊക്കെ വിളിച്ച എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ചിലപ്പോൾ ഈ റൈബോസോം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് ചേർന്നിട്ടാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നതും ഉണ്ടാവും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ്. എന്തെന്ന്? പ്രോട്ടീൻ സിന്തസിസ് എന്ന് വെച്ചാൽ പ്രോട്ടീൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് റൈബോസോമിൻ്റെ ഡ്യൂട്ടി. മനസ്സിലായോ? പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് റൈബോസോമിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഇത്രയും ആയാൽ നമ്മൾ ഇന്ന് ഉദ്ദേശിച്ച പാർട്ട് കഴിഞ്ഞു. ക്ലാസ് ലെങ്തി ആണെന്നറിയാം, പക്ഷേ നിങ്ങളിത് കണ്ടേ പറ്റൂ, പഠിച്ചേ പറ്റൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസ് നന്നായിട്ട് മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്യാൻ ഞാൻ റെഡിയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട താമസമേ ഉള്ളൂ. മാക്സിമം നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ലൈക്കും കമൻറ്റും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തരിക. ഇനിയും വീണ്ടും കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഹാപ്പി ഡേ ആശംസിക്കുന്നു.